റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടീഷ് സേനയെ സഹായിച്ച ഏകദേശം 19,000 അഫ്ഗാനി സ്വദേശികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ കടുത്ത വിമർശനങ്ങൾ നേരിട്ട് മുൻ കൺസർവേറ്റീവ് മന്ത്രിമാർ. താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ UK മാറുവാൻ ആഗ്രഹിച്ച ആളുകളുടെ പേരുകൾ ചോർന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം UK മാറുവാൻ അപേക്ഷിച്ച അഫ്ഗാനികളുടെ പേരുകൾ, ബന്ധപ്പെട്ട വിവരങ്ങൾ, കുടുംബ വിവരങ്ങൾ ഒരു സ്പ്രെഡ്ഷീറ്റാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ തെറ്റായി ഇമെയിൽ ചെയ്തതിനെ തുടർന്ന് 2022 ഫെബ്രുവരിയിൽ ചോർന്നത്. 2023 ഓഗസ്റ്റിൽ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചില ഡാറ്റകൾ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് സർക്കാർ വിവരങ്ങൾ ചോർന്നു എന്നത് തിരിച്ചറിഞ്ഞത്. മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് ഇക്കാര്യം കണ്ടെത്തിയത്. പിന്നാലെ ഇത് മറച്ചുവെക്കുവാൻ സർക്കാർ ഒരു സൂപ്പർ ഇഞ്ചക്ഷൻ ഓർഡർ നേടുകയും ചെയ്തു. സൂപ്പർ ഇഞ്ചക്ഷൻ മൂലം വിവരങ്ങൾ ചോർന്നതായോ കോടതിയിൽ നിന്ന് സർക്കുലർ സൂപ്പർ ഇഞ്ചക്ഷൻ ഓർഡർ നേടിയതായോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കില്ല. എന്നാൽ ഒരു അവലോകനത്തിന് ശേഷം ഈ ഉത്തരവ് പിൻവലിച്ചു. സർക്കാരിന്റെ നടത്തിപ്പിലുള്ള ഗുരുതര വീഴ്ചയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഇങ്ങനെയാണ് പറഞ്ഞത്. സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചതിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പേരിൽ ലേബർ പാർട്ടി 4 MPമാരെ സസ്പെൻഡ് ചെയ്തു. പാർട്ടി അച്ചടക്കം ആവർത്തിച്ച് ലംഘിച്ചതിനാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ 4 MPമാരെ സസ്പെൻഡ് ചെയ്തത്. നീൽ ഡങ്കൻ ജോർദാൻ, ബ്രയാൻ ലിഷ്മാൻ ക്രിസ്, ഫ്രിഞ്ച്ലീഫ് റേച്ചൽ, ബ്രയാൻ ലിഷ്മാൻ, ക്രിസ് ഫ്രിഞ്ച്ലീഫ്, റേച്ചൽ മെസ്കെൽ എന്നിവരുടെ പാർട്ടി വിപ്പ് നീക്കം ചെയ്തു. അതായത് MPമാർ ഹൗസ് ഓഫ് കോമൺസിൽ ഇനി സ്വതന്ത്രരായിരിക്കും. 3 ലേബർ MPമാരായ റൊസേന അലിൻ ഖാൻ, ബെൽ റിബൈറോ എഡി, മുഹമ്മദ് യാസീൻ എന്നിവരുടെ പേരുകൾ വ്യാപാര ദൂര സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ട 4 MPമാരും മുൻ വ്യാപാര ദൂതന്മാരും ഈ മാസം ആദ്യം സർക്കാരിന്റെ ക്ഷേമ പരിഷ്കരണ ബില്ലിനെതിരെ വോട്ട് ചെയ്തതിനു ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. മൊത്തം 47 ലേബർ MPമാർ സർക്കാർ ക്ഷേമത്തിനായി നിർദ്ദേശിച്ച വെട്ടിക്കുറയ്ക്കലുകൾക്കെതിരെ രംഗത്തു വരികയും മന്ത്രിമാരെ അവരുടെ പദ്ധതികളിൽ വെള്ളം ചേർക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്തു. ദിനോസറുകളുടെ ലോകത്തെ കഥ പറഞ്ഞ ജുറാസിക് വേൾഡ് എന്ന സിനിമ കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സിനിമയിലും ചിത്രങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ദിനോസറുകളുടെ ലോകത്തെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ലണ്ടൻ പ്രീ ഹിസ്റ്റോറിക് പ്ലാനറ്റ് ഡിസ്കവറിംഗ് ഡിനോസേഴ്സ് എക്സിബിഷനിലൂടെ. എക്സിബിഷൻ ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജുറാസിക് വേൾഡ് സിനിമയിലെ കഥാപാത്രങ്ങളുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. ഭീമാകാരന്മാരായ ദിനോസറുകൾ തൊട്ടടുത്തു നിന്ന് അതിന്റെ വലിപ്പവും ഭീകരതയും മനസ്സിലാക്കുന്ന സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 360 ഡിഗ്രി സിസ്റ്റം ഉപയോഗിച്ചുള്ള ഈ പ്രദർശനം ദിനോസറിന്റെ ലോകത്തെ കാണികളെ എത്തിക്കുന്നു. UK ജനത്തിനും സർക്കാരിനും വെല്ലുവിളിയായി പണപ്പെരുപ്പത്തിന്റെ കുതിച്ചുചാട്ടം. ഭക്ഷ്യ ഇന്ധനവില വർദ്ധിച്ചതാണ് UK പണപ്പെരുപ്പം ജൂൺ മാസത്തിൽ കുതിച്ചുകയറാൻ ഇടയാക്കിയത്. ചാൻസലർ റേച്ചൽ റീവ്സിന് കനത്ത വെല്ലുവിളിയായി മാറുന്നതാണ് ഈ സ്ഥിരീകരണം. കഴിഞ്ഞ മാസം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 3.6% വർദ്ധിച്ചതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കി. മെയ് മാസത്തിൽ 3.4% എത്തിയ ശേഷമായിരുന്നു ഇത്. നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന പ്രതീക്ഷയിലായിരുന്നു സാമ്പത്തിക വിദഗ്ധർ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ധനവിലയിൽ ചെറിയ താഴ്ച മാത്രമാണ് ഉണ്ടായതെന്ന് ONS ചീഫ് എക്കണോമിക്സ് റിച്ചാർഡ് ഹോയ്സ് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. ഡൽഹിയിൽ നിന്ന് ഗോവയിലേക്കുള്ള ഇൻഡിഗോ വിമാനം എഞ്ചിൻ പ്രോബ്ലത്തെ തുടർന്ന് മുംബൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഒരു എഞ്ചിൻ തകരാറിലായതിനാലാണ് അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നതെന്ന് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇൻഡിഗോ എയർലൈൻ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ സാങ്കേതിക തകരാർ മാത്രമാണെന്നാണ് പറയുന്നത്. ജൂലൈ 16 ഡൽഹിയിൽ നിന്ന് ഗോവയിലെ മനോഹർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ 6E6271 വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തി. നടപടിക്രമങ്ങൾ പാലിച്ച് വിമാനം വഴിതിരിച്ചുവിട്ട് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറക്കിയെന്നാണ് ഇൻഡിഗോയുടെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഭീകരർ ആകാശത്തേക്ക് വെടിയുതിർത്ത് ആഘോഷിച്ചെന്ന് പ്രധാന ദൃക്സാക്ഷിയുടെ മൊഴി. അക്രമി സംഘത്തിലുണ്ടായിരുന്ന 3 ഭീകരരാണ് ആകാശത്തേക്ക് വെടിവെച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ദൃക്സാക്ഷി മൊഴി നൽകിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബൈസരൻ സ്വദേശിയാണ് ആക്രമണത്തിന്റെ പ്രധാന ദൃക്സാക്ഷി. സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ ഇയാൾ NIA പങ്കുവച്ചിട്ടുണ്ട്. ഭീകരർക്ക് സഹായം നൽകുന്നതിനായി കണ്ടെത്തിയതിനെ തുടർന്ന് NIA അറസ്റ്റ് ചെയ്ത 2 പ്രദേശവാസികൾ ആക്രമണ സമയത്ത് താഴ്വരയിൽ ഉണ്ടായിരുന്നതായി ഇയാൾ NIA പറഞ്ഞു. ഈ വർഷത്തെ നാവികസേനാ ദിനത്തിന്റെ ആഘോഷത്തിന് തിരുവനന്തപുരം വേദിയാക്കുന്നത് സേനയുടെ സജീവ പരിഗണനയിൽ. ഡിസംബർ 4 നടക്കുന്ന ആഘോഷത്തിൽ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആയിരിക്കും മുഖ്യ അതിഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുവാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് നറുക്കുവീണാൽ നഗരം ആതിഥ്യം വഹിക്കുന്ന ഏറ്റവും വലിയ നാവികസേനാ പരിപാടിയായിരിക്കും ഇത്. ഇനി കായിക വാർത്തകൾ. T20 പരമ്പരയിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ ഇംഗ്ലണ്ട് വനിതകൾക്കെതിരായ ഏകദിന പരമ്പരയിലും ഇന്ത്യക്ക് വിജയത്തുടക്കം. ആവേശം അവസാന ഓവറുകളോളം കൂട്ടിനെത്തിയ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 4 വിക്കറ്റിനാണ് ടീം ഇന്ത്യ
കീഴടക്കിയത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് എടുത്തു. 48.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്ത ഇന്ത്യ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്ക് വിജയത്തോടെ തുടക്കമിട്ടു. ഏകദിനത്തിൽ ഇന്ത്യൻ വനിതാ ടീം പിന്തുടർന്ന് ജയിക്കുന്ന ഉയർന്ന രണ്ടാമത്തെ സ്കോർ കൂടിയാണിത്. 2021 മക്കയിൽ ഓസീസ് വനിതകൾക്കെതിരെ 265 റൺസ് പിന്തുടർന്ന് ജയിച്ചതാണ് ഒന്നാമത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.02 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.